കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പത്രോസിൻ്റെ 1-2 ലേഖനങ്ങൾ ഒരളവ് വരെ നമ്മൾ ചെറിയ തോതിലെങ്കിലും പഠിച്ചു എന്നാണ് എൻ്റെ ചിന്ത. 1 പത്രോസ് 2 പത്രോസ് ലേഖനം ചെറിയ തോതിൽ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മെസ്സേജുകൾക്ക് മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നുകൊണ്ട് അത് തീരുകയാണ്, 4ാമത്തെ എപ്പിസോഡ്. 1 പത്രോസിൻ്റെ ലേഖനം 1, 2, 3, 4, 5 അധ്യായം. 2 പത്രോസിൻ്റെ ലേഖനം 1, 2, 3 അധ്യായം. ഈ 8 അധ്യായം കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ ഭംഗിയായി, മനോഹരമായി, ശക്തമായി പ്രസംഗിക്കുന്ന അനേകരുണ്ട്. ഓരോരുത്തർക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ആ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ എൻ്റെ പതിവായിട്ടുള്ള ബൈബിൾ റീഡിങ് സമയത്ത് ചില വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കയറി ശക്തിയോടെ ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, പ്രകാശിച്ച് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കും, ഈ വചനം ഒരു യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരുവാനിടയായി. അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്കുള്ള ചില വിഷയങ്ങളെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇത് നിങ്ങളെ ദുഷ്ടനായ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ കൃപ തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങളറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ആ വാക്യം നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. സ്തോത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് ആ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. രണ്ടാമതൊരു വാക്യം കൂടി എൻ്റെ ഹൃദയത്തിൽ ശക്തിയോടെ ഇടപെടാനിടയായി. അത് എഫേസ്യർ 4:27. പിശാചിനിടം കൊടുക്കരുത്. ഇത് പുതിയ നിയമസഭയിലെ ഓരോ ദൈവമക്കളും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഈ വചനം രണ്ടും സൂചിപ്പിക്കുന്നത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കും. ആത്യന്തികമായ തോൽവി എന്താണെന്ന് ചോദിച്ചാൽ നിത്യത നഷ്ടപ്പെടുത്തും. നമ്മുടെ നിത്യത, ദൈവരാജ്യത്തിൽ പോകേണ്ട നിത്യത, അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കേണ്ട നിത്യത അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി നമ്മൾ നഷ്ടപ്പെടുത്തി കളയും, നഷ്ടമാകും. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. ഒരല്പം ഇടം കൊടുത്താലോ, ചിലരൊക്കെ 1 മീറ്റർ ഇടം കൊടുക്കും പിശാചിന്. ചിലപ്പോൾ 1 അടി കൊടുക്കും, 2 അടി കൊടുക്കും, 1 മീറ്റർ കൊടുക്കും, 5 മീറ്റർ കൊടുക്കും, 10 മീറ്റർ കൊടുക്കും, 1 സെൻറ്റ് കൊടുക്കും, 2 സെൻറ്റ്, 5 സെൻറ്റ്, 10 സെൻറ്റ്. വലിയ മെഗാ പ്രീച്ചേഴ്സൊക്കെ, ഞാനതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വേദനയോടെ ഞാൻ പറയുക, ഏക്കർ കണക്കിന് സ്ഥലമാണ് സാത്താൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ കയറി അങ്ങ് മേയുക സാത്താൻ. അതിൻ്റെ ആത്മീക ചിന്ത നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക സഹോദരങ്ങളെ. ഒരല്പ ഇടം കൊടുത്താൽ അവൻ കയറി ഇരുന്ന് ചെവി കടിച്ചു തരും നമ്മുടെ. ഇതെന്തുകൊണ്ട് പ്രസംഗിക്കണമെന്നുള്ളിൽ ചിന്ത വന്നു എന്ന് ചോദിച്ചാൽ, അത്ര ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത്. കരിയിലുള്ള വിഷയങ്ങളൊന്നും അധികം പ്രസംഗിക്കപ്പെടുന്നില്ലെന്ന് എൻ്റെ തോന്നല്. ഇല്ലെന്നില്ല, കുറച്ച് പേരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ട്രാപ്പിലാകുന്ന, കെണിയിലാകുന്ന അവസ്ഥകളാണ്. അത് നമുക്കുണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഈ വചനങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ ഹേമത്തോടെ പറയാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടയാക്കിയത്. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം
അറിയാത്തവരല്ലല്ലോ. എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ അവൻ കയറും. അവിടെ ക്യാപ്പിടരുത്. നമ്മുടെ ക്രിസ്തു ജീവിതം ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ആത്മീക സമ്പന്നത പ്രാപിച്ച് നമ്മൾ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടണം. ഭൗതികത്തിന്റെ പുറകെ ഓടുന്ന വിശ്വാസികളാണ് ഇന്ന് ഏറെ പങ്കും. എത്ര കിട്ടിയാലും അവർക്ക് തികയത്തില്ല. എത്ര കിട്ടിയാലും പിന്നെയും പിന്നെയും പ്രാപിക്കണം എന്നുള്ള ചിന്ത. ആത്മീയമല്ല, ഭൗതികം. എൻ്റെ ചുരുങ്ങിയ ക്രിസ്തീയ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ട യാഥാർത്ഥ്യം, അതായത് 50 വർഷത്തെ പെന്തക്കോസ്ത് അനുഭവം എനിക്കുണ്ട്. ഞാൻ അതിൻ്റെ 50 വർഷത്തിനിടയിൽ ഞാൻ കണ്ടത്, ആത്മീകമായി ഭൗതികമായി വളരെ പിന്നോക്കം നിന്ന പല വിശ്വാസികളും നല്ല കാഴ്ചപ്പാടോടുകൂടി നല്ല ദർശനത്തോടെ ജീവിച്ചവരൊക്കെയും അവരുടെ ഭൗതികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മീക ദർശനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയതാ. അനീതിയുള്ള മാമോന്റെ പിറകെ അനേകര് പോയി. ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തലയറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടുന്ന ഉപദേശങ്ങൾ പറയുകയും ചെയ്യുന്ന ഒത്തിരി ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുണ്ട്. ഹല്ലേലൂയ. അവരുടെ ലക്ഷ്യം ഭൗതികമാണ്. എന്നാൽ എനിക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ തന്ന ദർശനം, നമ്മുടെ ലക്ഷ്യം ഭൗതികമല്ല, ആത്മീകമാണ്. നമ്മുടെ സമ്പത്ത് ഭൗതിക സമ്പത്തല്ല, ആത്മീക സമ്പത്താണ്. വിശ്വാസത്തിൻ്റെ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, നീതിയുടെയും കൃപാദാനത്തിൻ്റെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി. ഹല്ലേലൂയ, സ്തോത്രം. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. ദൈവകൃപയുടെ സമൃദ്ധി. ഇതാണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്നത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിനെന്ന് പറയുന്നത് ഇതാണ്. ഈ ആത്മീയ സമ്പത്താണ്. അവിടെ ഡോളറും യൂറോ ഡോളറും പൗണ്ടും ഒന്നും അവിടെ ഇല്ല. അതൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നവർ ചിന്തിച്ചോണം, ഇതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ആരും കാണരുന്നതിനെ. കണ്ടാൽ നിങ്ങളുടെ സാത്താൻ നിങ്ങളുടെ കട പറിച്ചു കളയും. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. തന്ത്രം മനയുന്ന സാത്താൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ തന്ത്രം മനഞ്ഞില്ലേ? എന്താ ചോദിച്ച്? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? പോയില്ലേ? അവിടെ പോയില്ലേ? അമ്മച്ചി വീണില്ലേ? അവിടെ പാവം പിടിച്ച ആദാമിനെയും തകർത്തില്ലേ? അതൊരു തന്ത്രമല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പറയും, ഓ അതൊന്നും ഒരു വിഷയമല്ല പാസ്റ്റർ. വിഷയമുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാം. വേണ്ട, രാഷ്ട്രീയത്തിലിറങ്ങാൻ നമുക്ക് പ്രമാണമില്ല. നമുക്ക് MLA ആകാം, നമുക്ക് മന്ത്രിയാകാം, നമുക്ക് അതാകാം, ഇതാകാം. കർത്താവിൻ്റെ കൂടെ കടന്ന് ശിഷ്യന്മാരാരും അങ്ങനെ പോയില്ല. ലോകഭരണം നടത്താൻ അവരാരും പോയില്ല. അതൊരു സാത്താൻ്റെ തന്ത്രമാണ്. പ്രബുദ്ധരായ ലീഡർഷിപ്പിലുള്ളവർ മനസ്സിലാക്കിക്കോ. ഇത് പറയാൻ ചിലപ്പോൾ എന്നെ പോലെയുള്ള ഒരു ചുരുക്കമായി കാണത്തുള്ളൂ ആയിരിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ എന്താ ചെയ്തേ? അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുറ്റിരുന്നു. ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ചാവുമ്പോൾ അങ്ങ് ചാകട്ടെ. ഇവിടെ ആർക്കാ കൂടുതലാണ് ജീവിച്ചിരിക്കുക എന്നുള്ള ഗ്യാരണ്ടിയുള്ള ആരാ ഉള്ളത്? 70-80 സംവത്സരം കഴിയുമ്പോൾ ലോകത്ത് പോകുന്നവരല്ലേ ഇന്ന് ഒത്തിരിയോ പേര്. ദൈവമക്കൾ പാസ്റ്റർമാരൊക്കെ 50-60 എത്തുന്നതിന് മുമ്പ് എത്രയോ പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. ലോകമനുഷ്യർ എത്രയോ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. 10-70 വയസ്സ് അടുപ്പിച്ചായി എനിക്ക്. ഇനി പോരെ? ഇനി മരിച്ചാൽ എന്താ കുഴപ്പം? ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോട് ഇരിക്കുന്നത് അത്യുത്തമമല്ലോ? ഉത്തമമല്ല, അത്യുത്തമമല്ലോ. പിന്നെന്തിനാ നമ്മൾ ഭാരപ്പെടുന്നേ? എന്തിനാ നിരാശപ്പെടുന്നേ? സഹോദരങ്ങളെ, സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക.
ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. അതിൻ്റെ പിന്നിലുള്ള ചതിക്കുടികളെ തിരിച്ചറിയുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളത് ആരും അനുസരിക്കുന്നില്ല. നമുക്ക് തോന്നിയ പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചന വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവം അതിൽ പ്രസാദിക്കത്തുള്ളൂ. നമുക്ക് തോന്നിയ പോലെ നമ്മൾ പോയാൽ ദൈവം അതിൽ പ്രസാദിക്കില്ല. അതാ ഇവിടുത്തെ വിഷയം. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഇതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 14:26. സ്തോത്രം, 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 സ്തോത്രം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീയ വർധനവിനായി ഉതകട്ടെ. ആത്മീക വർധനവിന് വേണ്ടുന്ന കാര്യങ്ങളാണോ ഇന്ന് പലയിടത്തും നടക്കുന്നത്? ഞാൻ ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രയെന്ന് കൊരിന്ത്യരോട് പൗലോസ് പറഞ്ഞു. നമ്മൾ കൂടി വരുന്നത് നന്മ പ്രാപിക്കുന്നതിന് പോലും തിന്മയായി തീരരുത്. അനേക കൂടി വരവുകൾ ആത്മീകമായ നല്ല താല്പര്യത്തോടെയാണ് കടന്നു വരുന്നതെങ്കിലും അത് തിന്മയായി ഭവിക്കുന്നുവെന്ന് വേദനയോടെ കണ്ണുനീരോടെ ഞാൻ പറയുക. പല കൂട്ടായ്മകളും പല പ്രാർത്ഥനാ യോഗങ്ങളും പല ആത്മീക കൂടിവരവുകളും നന്മയ്ക്കല്ല അത് തിന്മയ്ക്കത്രേ എന്ന് വചനം പറയുന്നു. സ്തോത്രം, സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 5:15 മുതൽ ഞാൻ തന്നെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ദൈവജനം ശ്രദ്ധിക്കണമേ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി, നമ്മൾ കൂടി വരുമ്പോൾ ആത്മനിറവുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുയേശുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ സംസാരിക്കുക. ദൈവം വചനം ഫലമേൽപ്പിച്ചവർ, ശുശ്രൂഷ ഫലമേൽപ്പിച്ചവർ തമ്മിൽ പ്രബോധിപ്പിക്കുക, തമ്മിൽ സംസാരിക്കുക. ആത്മാവ് നിറഞ്ഞവരായി. സങ്കീർത്തനങ്ങളെന്ന് പറഞ്ഞാൽ 150 സങ്കീർത്തനത്തെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് ആത്മാവിൽ നമ്മൾ ആരാധിക്കുന്ന സങ്കീർത്തനങ്ങളാണ്, സ്തുതിസ്തോത്രങ്ങളാണ്, അന്യഭാഷയിലുള്ള ആരാധനയാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവർ പാട്ട് പാടിയത് ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടത്. ഇന്നത്തെ കൂടിവരവ് ഞാൻ പലതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക.
ഞങ്ങളുടെ ഈ പട്ടണത്തിൽ കുറച്ച് പേരോട് കൂടി വരുന്നുണ്ട്. അതിടയ്ക്കിടയ്ക്ക് അവർ യൂട്യൂബിലെടുത്തിടും. ഒന്ന് തൊടുന്നതിന് മുമ്പേ 4 കരണം മറിയുക വിശ്വാസികളെ. ഒന്ന് തൊട്ട് കഴിയുമ്പോൾ കിടന്ന് കൊക്കൊക്കെ വെച്ച് ചിരിക്കുക, തലയിൽ കൈവച്ച് കഴിയുമ്പോൾ ഛർദ്ദിക്കുക, കുരയ്ക്കുക, ചിരിക്കുക, ഛർദ്ദിക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് ധ്വനിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും വചന വ്യവസ്ഥ വിട്ടുള്ള കൂട്ടായ്മകളിൽ പോയി ഇങ്ങനെയുള്ള ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, ഉപദേശം, വെളിപ്പാട്, അന്യഭാഷ, വ്യാഖ്യാനം, ആത്മീയ വർധനവിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ടതിന്. അത് സഭായോഗമാണെങ്കിലും അത് കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലും അത് ഏത് ആത്മീയ കൂടിവരവാണെങ്കിലും അവിടെ ഉണ്ടാകേണ്ടതിന് ആത്മീയ വർധനവിന് വേണ്ടുന്ന ഉപദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാത്തതിനൊന്നും പ്രസക്തിയില്ല. റോമർ 12:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഒരു പ്രധാന വിഷയം പറയുവാനായിട്ട് ആത്മാവിൽ ഹേമമുണ്ട്. റോമർ 12:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണെങ്കിലും ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 4 മുതൽ അങ്ങ് വായിക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. കേട്ടോ, സഭയാം ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. തല ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ പലരായും ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. എന്താണ് വിശ്വാസ പ്രമാണത്തിനൊത്തമുള്ള പ്രവചനം? പ്രവചിക്കുന്നവനോ ആത്മീയ വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണത്തിനനുസരിച്ചുള്ള പ്രവചനം. യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. പ്രവൃത്തി 15:32. പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അതാ പ്രവചനം. മകനെ മകളെ എന്ന് വിളിക്കുന്ന പ്രവചനം പ്രവചനമല്ല, അത് കള്ളപ്രവചനമാണ്. മകനെ വിളി കേട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത വിശ്വാസികൾ എത്ര പേര് എനിക്കറിയാം. ഒരു പ്രവാചകൻ വന്ന് മകനെ മകളെ എന്ന് വിളി കേട്ടില്ല, അവർക്ക് സന്തോഷമില്ല. വേദോത്സവം വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, വിശുദ്ധിയില്ല, വേർപാടില്ല. അപ്പം പിന്നെ മകനെ വെളികിട്ട് സന്തോഷിച്ചാലേ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. ഞാനത് ചോദിക്കട്ടെ, ലൂക്കോസ് 16 കിടക്കുന്ന ധനവാനെ നമ്മുടെ തമ്പുരാൻ, നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തെന്നാണ് വിളിക്കുന്നത്? ഇവിടെ അനുസരണം കെട്ടവനെ എന്നാണ് വിളിക്കുന്നത്. മകനെ മകനെ മകനെ. വല്ല ഗുണമുണ്ടായോ? വല്ല ഗുണമുണ്ടായോ സഹോദരങ്ങളെ? വെള്ളം കൊടുത്തോ? സഹോദരൻ്റെ അടുക്കൽ ആളെ വിട്ടോ? ആ കിടന്ന യാതനാ സ്ഥലത്ത് എന്തെങ്കിലും ചൂടൊരു കുറവ് കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. മകനെ വിളിയൊന്നും കേട്ട് ആരും ഞെട്ടരുത്. നിർമ്മലമായ ദൈവവചനം ആര് പ്രസംഗിക്കുന്നു അത് കേട്ട് അനുസരിച്ചു കൊള്ളുക. നിത്യജീവനിലേക്ക് പോകാൻ അതേ ഉള്ളൂ വഴി. ആത്മീയ വളർച്ച പ്രാപിക്കാൻ, ആത്മീയ വർധന പ്രാപിക്കാൻ അതേ ഉള്ളു വഴി. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ തോട്ടത്തിലാണ് അവനെ സൃഷ്ടിച്ചെന്നാണ് പുസ്തകം പറയുന്നത്. അതേ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ നിഗളിച്ച്, അവൻ അഹങ്കാരിയായി, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേലെ സിംഹാസനം വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ വെട്ടി തറയിലിട്ടു. ലൂസിഫർ. അങ്ങനെയാണ് സ്തോത്രം ദൂതൻ സാത്താനായി മാറിയത്, സാത്താൻ്റെ സൈന്യത്തിൽ ഉൾപ്പെട്ടത്. മനസ്സിലായോ? സാത്താൻ വേറെയാ, ലൂസിഫർ എന്നുള്ള പൈശാചിക സംഘം അതും വേറെയാ. രണ്ടും രണ്ടാ. സാത്താൻ ആദ്യമേ അവൻ കള്ളനും ദുഷ്ടനുമായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതൊരു വലിയ വിവാദ വിഷയമാണ്. അതിന് തെളിവുകളുണ്ടെന്ന് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഒരു സബ്ജക്റ്റ് അതല്ല. അപ്പോൾ അഹങ്കരിച്ച ദൂതസഞ്ചയത്തെ ദൈവം വെട്ടിയിട്ടു. അവർ സാത്താനായി മാറി. സാത്താൻ്റെ കൂടെ അവരും കൂടി ചേർന്ന് പൈശാചിക ശക്തികൾ ഈ ലോകത്തെ അടക്കി ഭരിക്കുകയാണെന്ന് 1 യോഹന്നാൻ്റെ ലേഖനം
5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സഹോദരങ്ങളെ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഈ ലോകത്തിൻ്റെ ഭരണചക്രം സാത്താനാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അമേരിക്ക ഭരിക്കുന്നുണ്ട്, മോദി ഇന്ത്യ ഭരിക്കുന്നുണ്ട്, ഓരോരുത്തർ ഓരോ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നുണ്ട്. ശരിയാ, അത് നമുക്കിവിടെ കഞ്ഞി കുടിക്കാനും നമുക്കിവിടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയുള്ള ഭരണമാണ്. ആത്യന്തികമായ ഭരണം പിശാചായി ഈ ലോകത്ത് ഭരിക്കുന്നത്. സ്തോത്രം. വീടെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം എനിക്ക് തരാം, ഇതെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് സാത്താൻ പറഞ്ഞ ചരിത്രം നിങ്ങൾ ഓർക്കുമല്ലോ. മത്തായി 4-ലും ലൂക്കോസ് 4-ലും അതിൻ്റെ 1-3-4-5-6 വാക്യം വായിക്കുമ്പോൾ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പം അവൻ്റെ ഭരണസീമയ്ക്കുള്ളിലാണ് ഈ ലോകം കിടക്കുന്നത്. കർത്താവ് വന്ന്, ദൈവപുത്രൻ വന്ന് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ ദൈവം നമുക്ക് തന്നു. ആത്മരക്ഷ നമുക്ക് തന്നു. ശരീരം ഇപ്പോഴും പാപജടത്തിലാണ്, പാപലോകത്തിലാണ്, ദുഷ്ടപിശാചിൻ്റെ നിയന്ത്രണമുള്ള ലോകത്തിലാണ് ഈ പാപ ശരീരം ഇരിക്കുന്നത്. അതുകൊണ്ടൊരു ബാലൻസിൽ നമ്മൾ നിന്നില്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. എന്താ പാസ്റ്റർ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നത്? അനേകർ കുടുങ്ങിക്കിടക്കുകയാണ്. സാത്താൻ്റെ ഏജന്റുകളായി മാറിയ അനേകര്, സാത്താൻ്റെ ദൂതുവാഹികളായി മാറിയ അനേകര്. ഹല്ലേലൂയ. വേദനയോടെ ഞാൻ വിളിച്ചു പറയുകയാണ് സഹോദരങ്ങളെ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പിശാചിനെ തള്ളിക്കളയുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, 14-ാമത്തെ യോഹന്നാൻ 14-ന്റെ 30-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെയും ഈ പ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. ലോകത്തിൻ്റെ പ്രഭു സാത്താനെന്ന് അവിടെ നമ്മൾ കാണുന്നു. യോഹന്നാൻ 16-ന്റെ 11 ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് സ്തോത്രം, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട്, ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ട് കഴിഞ്ഞു. സാത്താൻ്റെ തല, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനം നിവൃത്തിയായി. സാത്താൻ്റെ തലയെ എന്ത് ചെയ്തു? ദൈവപുത്രനായ യേശുക്രിസ്തു തകർത്തു. സാത്താൻ്റെ സകല പരിപാടികളെയും തകർത്തുകൊണ്ട് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താൻ്റെ തല തകർക്കപ്പെട്ടു. അവനെ സമ്പൂർണമായി നിർമാർജനം ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ്. സാത്താൻ അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് അവനെ തള്ളിക്കളയും. മൃഗത്തെയും സാത്താനെയും കള്ളപ്രവാചകനെയും തള്ളിക്കളയുന്നൊരവസ്ഥയുണ്ട്. അതുവരെയും അവൻ ഇവിടെ കിടന്ന് കളിക്കും. നമ്മളതിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. തന്ത്രങ്ങൾ മനസ്സിലായാൽ മതിയോ? അവനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. സാത്താനോട് നാം എതിർത്ത് നിൽക്കണം. പ്രവൃത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പത്രോസ് അനന്യാസിനോട് ചോദിക്കുന്നുണ്ട്, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കാൻ പറ്റുന്ന 2 ശക്തികളാണ് ലോകത്തുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും. 2 സാത്താൻ്റെ ശക്തിയും. ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തെ അവൻ കവർന്നെടുക്കാം. നീ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ, ദൈവവചന വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചാൽ നിന്നെ തകർത്ത് കളയാൻ സാത്താന് കഴിയും. ഏത് മഹാനാണെങ്കിലും കൊള്ളാം. നമ്മൾ വിചാരിക്കും കുറേ അറിവും കഴിവും പണവും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ സാത്താൻ അവരുടെ കീഴില്ല. ഒന്നുമല്ല. സാത്താനുള്ള പോലെ പണമൊന്നും ആ ലോകത്ത് ആർക്കും ഇല്ല. സ്തോത്രം. അവനുള്ളതുപോലെ അറിവൊന്നും ആർക്കും ഇല്ല. അവൻ ജ്ഞാനിയായിരുന്നു, അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേലെ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് അഹങ്കരിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി തറയിട്ടു.
സ്വത്രം. അവൻ വലിയ മ്യൂസിഷ്യനാണ്, സംഗീത ചക്രവർത്തിയാണ്. ഇന്ന് നമ്മുടെ യൂത്ത്സിനുണ്ടൊരു ദൂത് ഞാൻ പറയുക, വളരെ സൂക്ഷിച്ച് വേണം സംഗീത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സംഗീതത്തിൻ്റെ തിമിർപ്പിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ വിട്ടുപോയാൽ അവൻ്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഉറപ്പാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. എല്ലാത്തിനും ഒരു അതിര് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ വെള്ളം വന്ന് കയറാതിരിക്കാൻ മണൽ കൊണ്ട് അതിര് വെച്ചു എന്നാണ് വചനം പറയുന്നത്. ആസാമിലൊക്കെ ഈ അതിരുകളൊക്കെ തെറ്റിച്ച് വരുന്നതിൻ്റെ കാര്യം എന്താ? സിൻ, ജലത്തിൻ്റെ പാപം. ആസാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ നമ്മുടെ കേരളം ഒരു ആസാം ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തമ്മിത്തല്ലി വടക്കുണ്ടാക്കുന്ന കസാര മോഹികളെ, ദ്രവ്യാഗ്രഹികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പൗലോസും പത്രോസും ശക്തമായി വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4:4. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറാത്തതിൻ്റെ കാര്യം എന്താ? കുരുടാക്കിയിട്ടിരിക്കുന്ന ജനമായത്. സാത്താൻ കുരുടാക്കിയിട്ടിരിക്കുന്ന ജനത്തെ നമ്മുടെ മുമ്പ് കിടക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവമായ സാത്താൻ ഹൃദയത്തെ കുരുടാക്കിയിട്ടിരിക്കുക. പെന്തക്കോസുകാരെ കുരുടാക്കിയിട്ടിരിക്കുക ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് വചന വെളിപ്പാട് കിട്ടുന്നില്ല. എത്ര വായിച്ചിട്ടും പുസ്തകത്തിലുള്ള ആത്മീക മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഹൃദയം കുരുടായി കിടക്കുക. നല്ലൊരു ശതമാനം അപ്പം തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വൈശുദ്ധാംശം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഹൃദയം കുരുടായി കിടക്കുക. അതിന് പറ്റിയൊരു ഉദാഹരണം ന്യായപ്രമാണത്തിൻ്റെ കരുത്തനായ ശൗൽ പിൽക്കാലത്ത് താൻ പൗലോസായി മാറി. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനമുണ്ടായപ്പോൾ താനും തൻ്റെ സ്നേഹിതന്മാരും തറയിൽ വീണു. ചക്ക വെട്ടിയിട്ട പോലെ വീണു. വീണ് കഴിഞ്ഞപ്പോൾ പൗലോസ് ചോദിക്കുക, നീ ആരാകുന്ന കർത്താവേ? അപ്പം ഈ വീണവരാരും ശബ്ദമൊന്നും കേട്ടില്ല. ദൈവം മുൻനിർണയിച്ച പൗലോസ് മാത്രമേ ഇത് കേട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ ചക്ക പോയി, ഇപ്പോൾ ഓരോരുത്തർ ചക്ക വീഴുന്ന പോലെ വീണുകൊണ്ടിരിക്കുക. വീണാലൊന്നും ദൈവശബ്ദം കേൾക്കത്തില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിന്നിലില്ല. തെരഞ്ഞെടുപ്പുള്ള പൗലോസ് ദൈവശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്നവനായ നസറേനായ യേശു ആകുന്നു ഞാൻ. യേശുവിനെ ഉപദ്രവിച്ചോ? ഒന്നും ചെയ്തില്ല. പിന്നെ എന്താ സംഭവിച്ചേ? തൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുമ്പോൾ കർത്താവിനെ ഉപദ്രവിച്ചതുപോലെ കർത്താവ് കാണുക. ഞാനിങ്ങനെ വചനത്തിന് മുമ്പിൽ ഇന്നത്തെ കാര്യം വെച്ച് ഞാൻ ചിന്തിക്കാനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരെയൊക്കെ ഉപദ്രവിക്കുന്നു, ഓള് പൊളിച്ചു കളയുന്നു, കൊല്ലുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ? വ്യവസ്ഥ വിട്ടുകഴിഞ്ഞാൽ കർത്താവ് ഒന്നും കാണുന്നില്ല. പ്രിയമുള്ളവരെ, പ്രമാണം വാങ്ങാനായിട്ട് സീനായി പർവ്വതത്തിൽ മോശ പോയപ്പോൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധന തുടങ്ങി. പാസ്റ്റർ അഹരോൻ, ഇന്നത്തെ പാസ്റ്റർമാർ നല്ലൊരു ഗ്രൂപ്പും അതിൽപ്പെടുമെന്നൊക്കെ എനിക്ക് സംശയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പാസ്റ്റർ അഹരോൻ്റെ നേതൃത്വത്തിൽ ഭയങ്കര ആരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പാസ്റ്ററിൻ്റെ ഒരു മോന് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ലീഡർഷിപ്പിലുണ്ടെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ കേട്ടതാണ്. അപ്പോൾ പറഞ്ഞ ആളെന്നോട് പറഞ്ഞു, ഞാൻ ആ ചെറുക്കൻ്റെ പാട്ട് കേൾക്കത്തില്ല. കാരണം എന്താ? ഒരു ഗുണമില്ലാത്തവനവൻ, ഒരു കൃപയില്ലാത്തവനവൻ. എന്നിട്ട് പിന്നൊരു കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അവനെ വിളിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ നമ്മൾ നിർത്തിയാൽ അവൻ പാട്ട് പാടി അരങ്ങ് തകർക്കും. 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ 1 ലക്ഷം രൂപ അവൻ്റെ കൈ വെച്ച് കൊടുക്കണം. എങ്ങനെയുണ്ട്? ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. അവർ സംഗീത ശുശ്രൂഷ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും അവരിൽ ദൈവകൃപയുണ്ടോ, ആത്മീകമായ അനുഭവങ്ങളുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യുക. അവർക്ക് വേണ്ടി നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, കരയുക. യെരൂശലേം പുത്രന്മാരെ, നിങ്ങളെന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരവിലെന്ന് കർത്താവ് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിന് ഇടം കൊടുക്കരുത്.
സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. തെറ്റിക്കിടക്കുന്ന ഒരു ആത്മീക ഗ്രൂപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്.